ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് നികത്തും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ സംബന്ധിച്ച് വിവിധ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. ഈ മാസം 25-ന് മുൻപ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. കത്രിക വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. രഘുനാഥ് നാരായണനുണ്ട്. രഘു, ഈ കത്രിക വിവാദത്തിന് പിന്നാലെ ജീവനക്കാരുടെ കുറവ് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. എത്രത്തോളം ജീവനക്കാരുടെ കുറവ് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ട്? എത്ര വേഗതയിൽ ഈ ഒഴിവുകൾ നികത്താനാണ് തീരുമാനം? ആരോപണവിധേയായ ഡോക്ടർ ലളിതാംബിക ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഈ പലപ്പോഴും ജീവനക്കാരുടെ കുറവുണ്ടായിരുന്നു. ആ ശസ്ത്രക്രിയ നടന്നപ്പോൾ ഒരുപക്ഷെ ജീവനക്കാരുടെ കുറവുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിന്റെ രേഖകൾ എണ്ണമൊന്നും പരിശോധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം അവരുന്നയിച്ചിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഒക്കെ ആരോപണം നിഷേധിക്കുകയാണ് ചെയ്തത്. കൃത്യമായ രജിസ്റ്റർ ഉണ്ടെന്നും അതിനകത്ത് കൃത്യമായ കണക്കുകൾ ഉണ്ടെന്നുമാണ് അവർ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചില തസ്തികകളിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. കരാർ നിയമനവും താൽക്കാലിക നിയമനവും ഒക്കെ നടത്തിയെങ്കിൽ പോലും അത് പൂർണ്ണാർത്ഥത്തിൽ ഒഴിവിച്ചിരുന്നില്ല. ഈ വലിയ വിവാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള ഒഴിവുകൾ എത്രത്തോളമുണ്ട്, എത്ര സ്റ്റാഫുകളുണ്ട്, ഒപ്പം തന്നെ ഈ കരാർ അടിസ്ഥാനത്തിലൊക്കെ എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു മാനവ വിഭവശേഷിയുടെ കൃത്യമായ കണക്കെടുക്കുകയും ഏതെങ്കിലും വകുപ്പുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആൾക്ഷാമം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും, അതിന്റെ ചെലവ് എത്രയാണെന്നുള്ള രീതിയിൽ അതിന്റെ കണക്കുകളൊക്കെ കൂട്ടി കൃത്യമായ ഒരു കണക്ക് നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ രേഖാമൂലം വിവിധ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.